മഹീന്ദ്ര എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ MM50 എന്ന് പറയുന്ന മോഡൽ ഇന്ത്യൻ മിലിറ്ററിയുടെ ഭാഗമാകുന്നത് വരെ ജീപ്പ് എന്ന് പറയുന്ന ഒരു മോഡൽ ഉപയോഗിച്ചിരുന്ന പർപ്പസുകൾക്ക് മുഴുവനും ഉപയോഗിച്ചിരുന്ന ഒരു മോഡലാണ് ജോങ്ക. ഇത് നമ്മളുടെ കൂടെയുള്ളത് ജോങ്ക എന്ന് പറയുന്ന വാഹന ലോകത്ത് അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത ഒരു മോഡലാണ് എന്ന് പറയാം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ജോങ്കയുടെ ഉത്ഭവത്തെക്കുറിച്ചാണ്, ജോങ്കയുടെ രസകരമായ കാര്യങ്ങളെക്കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 1965 നിസാനുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് ജബൽപൂരിൽ നിർമ്മിച്ചു തുടങ്ങിയ മോഡലുകളാണ് ജോങ്ക എന്ന് പറയാം. ജോങ്ക എന്ന് പറയുന്ന സമയത്ത് രസകരമായിട്ടുള്ളൊരു കാര്യം, ജോങ്ക എന്ന് പറയുന്നത് ഒരു മോഡൽ നെയിം അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അതിൻ്റെ ഫുൾ ഫോം ജബൽപൂർ ഓർഡിനൻസ് ആൻഡ് ഗൺ ക്യാരേജ് അസംബ്ലി എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് ജോങ്ക എന്ന് പറയാം. അതായത് ഇത് നിർമ്മിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. അതാണ് പിന്നീട് ജോങ്ക എന്ന് പറയുന്ന പേരിൽ വാഹന ലോകത്തേക്ക് കടന്നു വന്ന ജോങ്ക മോഡൽ എന്ന് പറയാം. ശരിക്കും നമ്മൾ കാണുന്ന സമയത്ത് കൃഷിയുമായി ബന്ധപ്പെട്ട ചില എലമെൻറ്റുകൾ അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ചില മെഷീനുകളുടെ ഒക്കെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം. അത് സൈഡിൽ നിന്നൊക്കെ കാണുന്ന സമയത്തുള്ളതാണ്. 1969 ആദ്യമായി ജോങ്ക വാഹന ലോകത്തേക്ക് കടന്നു വന്നത്, അതായത് ഓടിക്കാൻ പറ്റുന്ന രൂപത്തിൽ. അത് മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി എന്നതാണ് ഒരു പ്രത്യേകത. പിന്നീട് 2019 ജോങ്ക വീണ്ടും ശ്രദ്ധേയമായി. അതിലേക്കൊക്കെ ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താം. അതാണ് ഇൻവോൾവ് 1ൻ്റെ എയർ പെർഫ്യൂം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്രാഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ മൊജിറ്റോ ലെമൺ എന്ന് പറയുന്നൊരു ഫ്രാഗ്രൻ്റാണ്. ഇങ്ങനെ ഒരു കവറിലൊക്കെ ഇട്ടത് വരിക ഉണ്ടോ, നല്ല രസമുള്ളൊരു കേസ്. അതുപോലെ തന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഇൻവോൾവ് 1ൻ്റെ എയർ പെർഫ്യൂമിനെ കാണാം. നല്ല അടിപൊളി സ്മെല്ലാണ്. മൊജിറ്റോ ലെമൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലഷി ആയിട്ടുള്ള ഒരു സ്മെൽ, ഒരു നമ്മളെ തന്നെ റിലാക്സ് ആക്കുന്ന തരത്തിലുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. അതുപോലെ നമുക്ക് കൺട്രോളൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ സ്മെല്ലിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. 3 മാസ കാലയളവ് നമുക്കത് ഉപയോഗപ്പെടുത്താം. ഇതിനകത്തൊരു 3Mൻ്റെ ഒരു സ്റ്റിക്കർ കിട്ടും. അത് വെച്ച് നമുക്ക് ഡാഷ്ബോർഡിലോ അല്ലെങ്കിൽ കപ്പ് ഹോൾഡറിലോ ഒക്കെ ഫിറ്റ് ചെയ്ത് വെക്കാം. 300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമ്മളുടെ ഒരു കൂപ്പൺ കോഡൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് വാങ്ങണമെങ്കിൽ ഒരു 10% ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ ഇതിൻ്റെ ലിങ്കും അതുപോലെ തന്നെ നമ്മൾ കൂപ്പൺ കോഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കാം, ഉപയോഗിച്ച് നോക്കാം. 3 മാസ കാലയളവിലേക്ക് ഒരു 300 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയൊന്നുമല്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഇവരുടെ എല്ലാ ഫ്രാഗ്രൻസും നല്ല രസമുള്ള ഫ്രാഗ്രൻസുകളാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയിട്ട്. വീണ്ടും ജോങ്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1969 ആദ്യമായി വാഹന വിപണിയിലേക്ക് കടന്നു വന്നത് എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് 1996 ആയ കാലത്ത് സാധാരണക്കാർക്ക്, അതായത് സിവിലിയൻസിന് കൂടി വാങ്ങാൻ പറ്റുന്ന തരത്തിൽ ജോങ്ക എന്ത് ചെയ്തു, ഈ ഒരു കമ്പനി ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ വെറും 100 പീസുകൾ മാത്രമാണ് വിറ്റഴിക്കപ്പെട്ടത് എന്നുള്ള ഖേദകരമായ ഒരു കാര്യം കൊണ്ട് തന്നെ 1999 ജോങ്ക എന്നേക്കുമായി അവസാനിപ്പിച്ചു. മിലിറ്ററി എന്ന് പറയുമ്പോൾ മിലിറ്ററി പ്രധാനമായിട്ടും ചില പർപ്പസുകൾക്ക്, അതായത് പ്രധാനമായിട്ടും 4 പർപ്പസുകൾക്കാണ് ജോങ്കയെ ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്ന് പറയാം. അതായത് ഒന്നാമതൊരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ കൊണ്ടുപോകാൻ, അതായത് പേഴ്സണൽ കാരിയറായിട്ട് ഇതിനകത്ത് ആളുകളൊക്കെ കൊണ്ടുപോവുക. രണ്ടാമതൊരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബുലൻസ് ആയിരുന്നു, മിലിറ്ററി ആംബുലൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു. മൂന്നാമതൊരു പർപ്പസ് പെട്രോളിംഗ് വെഹിക്കിളായിരുന്നു, അതായത് റോന്ത് ചുറ്റാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. നാലാമതൊരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൺ ക്യാരേജ് ആയിരുന്നു, അതായത് ഗണ്ണുകളെ കൊണ്ടു നടക്കാന്നല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് ഒരു കാര്യം കൂടി പറയാം. ഇതിൻ്റെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് വലിയ ടയറുകളും വലിയ ഒരു ഫീലും നമുക്ക് കിട്ടും. പക്ഷേ ശരിക്കും ജോങ്ക ഇങ്ങനെ ആയിരുന്നില്ല. സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ജീപ്പിൻ്റെ സ്റ്റൈലിനായിരുന്നു. ഇതിപ്പോൾ ഒരു എക്സ്ട്രാ ടയറൊക്കെ ചെയ്തതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിനൊരു കാര്യം കൂടി പറയാം. 1999 ജോങ്ക അവസാനിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ 2019 ജോങ്ക പിന്നെയും വാർത്തയിൽ നിറഞ്ഞു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഒറ്റ ഉത്തരവേ ഉണ്ടായിരിക്കുള്ളൂ, മഹേന്ദ്ര സിംഗ് ധോനി. ആ മഹേന്ദ്ര സിംഗ് ധോനി 2019 ഒരു ജോങ്കയെ വാങ്ങി, ഒരു ഗ്രീൻ കളർ ജോങ്കോ. അതിൽ അദ്ദേഹം ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. അങ്ങനെ 2019 വീണ്ടും ജോങ്ക വാഹന ലോകത്തൊരു ചർച്ചയുണ്ടായി എന്നതാണ്. അപ്പോൾ ഇതാണ് ജോങ്കയെക്കുറിച്ചുള്ള രസകരമായിട്ടുള്ളൊരു ചരിത്രം എന്ന് പറയാം. ഇനി നമുക്കിതിൻ്റെ എലമെൻറ്റുകളെ പരിശോധിക്കാം. ശരിക്കും ഇത് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാക്ടറിൻ്റെ പോലെ അല്ലെങ്കിൽ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ്റെ പോലത്തെ ഒരു ഫീലുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ പറയാം. ഇപ്പോൾ ഈ ഒരു മോഡൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തി വരുന്നത് രാജസ്ഥാൻ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ കർഷകരാണ് എന്ന് ഞാൻ എവിടെയോ വായിച്ച് കേട്ടു. ഒരു പക്ഷേ അതും ഒരു റീസൺ ആയിരിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തുള്ളത്. എഡ്ജിന് തമ്മിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നു. ഇത് അത്ര ഭയങ്കര വെയിറ്റുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല. ശരിക്കും ഒരു ഡിസൈൻ എലമെൻ്റ്. പക്ഷേ ഈ സാധനം ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. അതിനകത്താണ് നമ്മുടെ ഫോഗ് ലാബിൻ്റെ ക്രമീകരണം കൊടുത്തുള്ളത്. അതുപോലെ തന്നെ ഒരു വിഞ്ച് നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കണ്ട്, ഈ ഒരു റേഡിയേറ്ററിൻ്റെ ഭാഗവും റേഡിയേറ്ററിൻ്റെ ഗ്രില്ലൊക്കെ, ഇതൊക്കെ ശരിക്കും ഒരു ട്രാക്ടറിനെ എനിക്ക് ഓർമ്മിക്കും. പ്രത്യേകിച്ച് ഈ ഒരു നോസ് ഭാഗം ഭയങ്കരമായിട്ടൊരു ട്രാക്ടറിനായിട്ട് കണക്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ പൊസിഷൻ നോക്കൂ,
വലിയ റൗണ്ട് ഷേപ്പ് ഹെഡ് ലാമ്പ് യൂണിറ്റ്, അതിനകത്തിന് ഒരു ചെറിയൊരു ഫോക്കസിങ് ലാമ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. ഹോണിൻ്റെ ഒരു ഭാഗം ഇവിടെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ചില ഭാഗത്ത് ഇവിടെ എയർ ഫിൽറ്ററുകളും കാണാറുണ്ട് ചില മോഡലിനകത്ത്. ചില പിക്ചേഴ്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അതുപോലെ എക്സോസ്റ്റ് ഉണ്ടോ, നമ്മൾ എക്സോസ്റ്റ് പൈപ്പ് സ്റ്റീൽ പൈപ്പായിട്ട് 2 സൈഡിലുണ്ട്, അപ്പുറം അപ്പുറം രണ്ടും ഫംഗ്ഷനിങ് ആണ്. രണ്ടിലൂടെയും പുക വരുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ ടയറുകൾ നമുക്ക് സൈഡിൽ കാണാം. ഇത് ശരിക്കും എൻ്റെ ഒരു ഗസ് ശരിയാണെങ്കിൽ ഇത്ര വലുപ്പമുള്ള ടയറുകളായിരുന്നില്ല ജോങ്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്ര വലിയ ടയറുകളുള്ള ജോങ്കോ ആണ് എന്നുള്ളത് ഒരു രസകരമായിട്ട് കാര്യം. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ വലുപ്പം നോക്കിയാൽ അടിപൊളി. എനിക്ക് അങ്ങനെ നോക്കിയിട്ട് കാണുന്നില്ല. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അതുപോലെ നമ്മളെ നമീർ ബ്രോയും പറഞ്ഞു, ക്യാമറ ചെയ്ത് നമീർ ബ്രോ കേട്ടോ, നമീർ ബ്രോയും പറഞ്ഞൊരു കാര്യം, പണ്ടൊക്കെ നമ്മൾ കാറ് വരക്കൂലേ, കറക്റ്റ് സ്ക്വയറിൽ കാർ വരക്കും, അതേപോലെ അതിൻ്റെ ഡിസൈൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കറക്റ്റ് സ്ക്വയർ, ഇതൊക്കെ ഒരു കറക്റ്റ് ഒരു ബോക്സിയാണ് ഈ ഒരു ആൾ കയറുന്ന ഭാഗമൊക്കെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കേട്ടോ ഒരു സ്കെയിൽ വെച്ച് വരച്ചുണ്ടാക്കിയ പോലത്തെ ഒരു സൈഡ് ഭാഗമാണ്. മാത്രമല്ല ഈ ഒരു ഭാഗത്താ, ഈ ഒരു ഭാഗം ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവണ്ടോ, ഈ ഇത്രയും ഭാഗം എന്താണ്ടാ നമ്മൾ എവിടേക്കോ കണ്ടു പറഞ്ഞ ഒരു ജീപ്പിൻ്റെ സ്ട്രക്ചറിനോട് നമുക്കൊരു ഫീൽ തോന്നിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് കയറ്റി ഉണ്ടാക്കിയ പോലത്തെ ഒരു ഫീൽ നോക്കുകയാണ്. അതിൻ്റെ സൈഡിൽ നോക്കുന്ന സമയത്ത് ഈ 2 കാര്യങ്ങളാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നത്. പിന്നെ അതുപോലെ ഈ ബ്ലാക്ക് കാണുന്നതൊക്കെ പൈപ്പാണ് കേട്ടോ. നമുക്ക് ഇതിമ്പോൾ പിടിച്ച് കയറി കഴിഞ്ഞാലും സ്ട്രോങ് ആയിട്ടുള്ളൊരു പൈപ്പ്. സൈഡ് വ്യൂ മിറർ നമ്മൾ ലോറിയിലൊക്കെ കാണുന്ന പോലത്തെ മിററുകളാണ്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്, എന്തിനാന്ന് എനിക്കറിയില്ല. ഇവിടെ നോക്കിയിട്ട് അങ്ങനെ നമ്മളെ തന്നെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇവിടെ ഒരു മിററിൻ്റെ ഭാഗം കാണാം. അതുപോലെ കയറാനുള്ള സ്റ്റെപ്പുകൾ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ കാലനുസരിച്ച്, ഇപ്പോൾ എനിക്ക് ഇതിമ കയറിയാൽ മതിയെങ്കിൽ അതിമ കയറാം, അല്ലെങ്കിൽ എനിക്ക് ഇതിമ കയറണമെങ്കിൽ അയിബലം പിടിച്ച് കയറാം എന്നുള്ളതാണ്. ചൂടുണ്ടായിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് കൈ വലിച്ച്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു ടെറർ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു, നമ്മൾ പഴയ കാലത്ത് പൈപ്പ് റേഞ്ച് എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രധാനമായിട്ടും ഞാൻ കണ്ടിട്ടുള്ള പൈപ്പ് റേഞ്ചിൻ്റെ ഡിസൈൻ. പിന്നെ അതുപോലെ തന്നെ മില്ലിൽ വെയിറ്റ് നോക്കി എന്നൊരു സാധനം ഉണ്ടായിരുന്നു, മറ്റേ ഫ്ലോർ മില്ലിലാണ്, അതിനോടൊക്കെ തോന്നുന്നത്. ചില ഫെൻഡേഴ്സൊക്കെ നോക്കിയാൽ ബ്യൂട്ടിഫുൾ. അതുപോലെ തന്നെ ഒരു കാരിയർ ഇവിടെ കാണാം, നമുക്ക് ഫ്യൂൽ ക്യാരി ചെയ്യാം, വെള്ളം ക്യാരി ചെയ്യാം. ഡീസലാണ് ഈ എഞ്ചിൻ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താ, ഇത് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും, പക്ഷേ ഇപ്പോൾ നമ്മളത് ഓപ്പൺ ആക്കാൻ കഴിയുന്നില്ല, അതിന് ലോക്കിംഗ് സിസ്റ്റം മിസ്സായതുകൊണ്ടാണ് തോന്നുന്നത്. പക്ഷേ ഇത് സാധാരണഗതിയിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാവുന്ന ഒരു ക്യാരേജ് ഏരിയ, അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടൈൽ ലാമ്പ് യൂണിറ്റിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. നമുക്കൊരു പ്ലാസ്റ്റിക് ഭാഗമായിട്ട് കൊടുത്തില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ കെട്ടി വലിക്കാനുള്ളൊരു സാധനം കാണാം. ഒരു 1 ടൺ വരെ ഇത് ഉപയോഗിച്ച് നമുക്ക് കെട്ടി വലിക്കാൻ പറ്റുന്നതാണ്. ഈ വണ്ടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, ഒരു 1 ടൺ വെട്ടി വലിക്കാനുള്ള മസിലൊക്കെ അത്യാവശ്യം ഈ വണ്ടിക്കുണ്ട്. അതിനവിടെ വലിയൊരു ആൻറ്റിന കൊടുത്തിട്ടുണ്ട് കേട്ടോ, വലിയൊരു ആൻറ്റിന, ചെറിയ ആൻറ്റിന ഒന്നുമില്ല, അപാര ആൻറ്റിനാണ്. കാണുമ്പോൾ തന്നെ അങ്ങനെ ഒരു തടിമിടുക്കുള്ള ഭീമാകാരനായിട്ടുള്ള ഒരു ആൻറ്റിന എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ ലൈനുകളൊക്കെ നോക്കിയാൽ ഇതിൻ്റെ ക്യാരക്ടർ ലൈൻ എന്ന് പറയാൻ പറ്റുമോ, അതോ അതങ്ങനെ മടക്കി വെച്ചതാണെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ആ തരത്തിലാണ് അതിൻ്റെ ക്രമീകരണം. ശരിക്കും പറഞ്ഞാൽ നല്ല ഷീറ്റ് മെറ്റൽ വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചുരുക്കി പറയാൻ പറ്റും. അടിപൊളി. ഇനി നമുക്ക് പറയാനുള്ളത് അകത്തെ വിശേഷങ്ങളാണ്. ഡോർ ഹാൻഡിൽസ് ഒക്കെ പറഞ്ഞാൽ റെട്രോ സ്റ്റൈലാണ്, നമ്മൾ നെക്കി പിടിച്ചിട്ട് തുറക്കാം. വലിയ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻറ്റീരിയർ കുറച്ചും കൂടി ഒരു യൂസർ ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ടെന്ന് പറയാം. അതായത് ലെതർ എലമെൻ്റൊക്കെ കൊടുത്ത് സീറ്റൊക്കെ കുറച്ച് ഭംഗിയാക്കി ചെയ്തേക്കുന്നത്. നിലത്ത് കാണുന്നത് പുല്ലല്ല കേട്ടോ, ഒരു പുല്ലിൻ്റെ സ്റ്റൈല് മാറ്റ് വെച്ചതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെയിലിന് വന്നിട്ടുള്ളൊരു വണ്ടിയാണ്. ഇത് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ സൂപ്പറാവും കേട്ടോ. അതായത് ഇൻറ്റീരിയറൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. അവർക്ക് ശരിക്കും ഇപ്പോൾ ഒരു 1980 മോഡൽ വാഹനമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതിനകത്തേക്ക് കയറാൻ പോവുകയാണ്. നമുക്ക് കയറുമ്പോൾ ഒറ്റയടിക്ക് കയറൽ കുറച്ച് റിസ്ക്കാണ്, മുകളിൽ പിടിച്ചിട്ടൊക്കെ കയറിയിരിക്കണം. കൊള്ളാം, നൈസാണ്. 4 ആളുകൾക്ക് ഇരിക്കാം, അതായത് 5 ആൾക്ക് ഇരിക്കാം. ബാക്കിൽ 3 ആൾ ഇരിക്കുകയാണെങ്കിൽ 5 ആളുകൾക്കൊക്കെ ഇരിക്കാം. അത് ഞാൻ ബാക്കിലേക്ക് വരുന്ന സമയത്ത് പറയാം. ഡാഷ്ബോർഡ് ഒരു പ്ലാസ്റ്റിക് ആൻഡ് ഫൈബർ എന്നാണ് എനിക്ക് തോന്നുന്നത്, ആ ഒരു തരത്തിലാണ് ഇതിൻ്റെ ഡാഷ്ബോർഡിനെ ക്രമീകരിച്ചുള്ളത്. ഒരു കോഫി ബ്രൗൺ കളറൊക്കെ ചെയ്തിട്ടുണ്ട്. എൻജിൻ കീ ഇട്ട് തുറക്കുന്ന ഭാഗം കാണാം. മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇപ്പോഴത്തെ മിറർ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡോറിലേക്ക് വരുമ്പോഴേ ഇവിടെ നമുക്ക് പവർ വിൻഡോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പിന്നീട് എക്സ്ട്രാ വെച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ജോങ്കോയുടെ നിർമ്മാണ സമയത്ത് ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും അതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷൻ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ലെതർ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു സീറ്റാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു കുഷ്യനും കംഫർട്ടും ഇതിനകത്ത് ശരിക്കുമുണ്ട്. പിന്നെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ശരിക്കും ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പജേറോയിൽ നിന്ന് ഇൻസ്പയർ ആയതല്ല, അത് അതേപോലെ എടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ജോങ്കോയിൽ ഇവരിത് ശേഷം എടുത്ത് വെച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോങ്കോ വന്ന സമയത്ത് ഇതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആയിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ ഇതൊക്കെ ഇതുപോലെ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഇവിടെ AC വെൻറ്റുകൾ കാണാം. ഇതും പജേറോയിൽ നിന്ന് വന്ന തന്നെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന AC വെൻറ്റിൻ്റെ കൺട്രോൾസ് ഇവിടെ കാണാം. താഴെ മ്യൂസിക് സിസ്റ്റം വെക്കാനുള്ളൊരു ഭാഗം കാണാം. 4x4 ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ
ആ ഒരു ഭാഗവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു പക്ക ഓഫ് റോഡറാണ്, നമുക്കറിയുന്ന പോലെ തന്നെ അനായാസേന ഓഫ് റോഡിൽ കൊണ്ടുപോകാൻ ഒക്കെ ആയിരിക്കും മിലിറ്ററി യൂസ് ചെയ്തിരുന്നല്ലേ. അവരുടെ പ്രധാന പർപ്പസ് റോട്ട് കൂടി ഓടിച്ച് നടക്കുക എന്നുള്ളതല്ലല്ലോ, സ്വാഭാവികമായിട്ടും ഓഫ് റോഡ് കൊണ്ടുപോകുക എന്നുള്ളതിനല്ലേ. പിന്നെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്താ അറിയോ, സൺറൂഫ്. ഇവിടെ നമുക്കൊരു സൺറൂഫിനെ കാണാൻ പറ്റും, അടിപൊളി. ഇനി നമുക്ക് കയറാനുള്ളത് സെക്കൻഡ് റോയിലാണ്. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴേ ഇവർ ഈ ലെതറൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഉണ്ട് കാണിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ അടുത്ത് കൈ പിടിച്ചു കേട്ടോ. അതുപോലെ ഇവിടെ ഒരു ആംബ്രസ്റ്റ് ഉണ്ട്, ഇത് പൊക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിൽ കൂടി നോക്കിയാൽ ശരിക്കേ നമ്മളെ പഴയ സീറ്റുകൾ കാണാൻ പറ്റും. കൊള്ളാം. ഇതായിരുന്നു പഴയ സീറ്റ്, അതിൻ്റെ മുകളിലൂടെ ഒരു ലെതറിൻ്റെ കവറിട്ടതാണ്. കൊള്ളാം. കയറിയിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എനിക്ക് പറ്റിയ ലെഗ് റൂം ആയിരിക്കുന്നത്. എന്നാലും നമുക്കൊന്ന് കയറിയിരുന്ന് നോക്കാം. കയറിയിരിക്കലൊക്കെ കുറച്ച് ഹിമാലയൻ ടാസ്ക്കാണ്. അടിപൊളി. തലമുട്ടത് ഇവിടെ തലമുട്ടുന്നുണ്ട്, സീറ്റ് കുറച്ച് ഉയരം കൂടുതലാണ്. പക്ഷേ ഫ്രണ്ടിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ തലമുട്ട് തോന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ താഴേക്ക് കുറച്ച് ഇറങ്ങിയിട്ടാണ് ഇതിൻ്റെ പൊസിഷൻ ഉള്ളത് തോന്നുന്നു, ബാക്കിലേക്ക് കുറച്ച് പൊങ്ങിയിട്ട് അങ്ങനെയാണുള്ളത് എന്നാണ് ഞാൻ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗുണം എന്താ പറയുക, ബാക്കിൽ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം. ഉള്ള സംഭവം നല്ല രസമുണ്ടല്ലോ. ഒരു നമ്മളിതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മളിതുവരെ പലരും കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു വണ്ടി. ഇപ്പോൾ നമ്മളിത് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ കുറേ ആൾക്കാർ വരുന്നു കാണുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് റോട്ടിലൂടെയൊക്കെ പോകും കുറേ ആൾക്കാർ അതേതാ വണ്ടി ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു മോഡൽ, അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡ്രൈവിൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ്, ആ സ്റ്റാർട്ടിങ്ങും അതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സ്പീരിയൻസുകളൊക്കെ നമുക്കൊന്ന് റിയലൈസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എഞ്ചിന് ശരിക്കും ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു 4 ലിറ്റർ 6 സിലിണ്ടർ എഞ്ചിനായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്, പജേറോയുടെ എഞ്ചിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1996 സിവിലിയൻസിന് വേണ്ടി ഉണ്ടാക്കിയ സമയത്ത് ഒരു 3 ലിറ്റർ എഞ്ചിനെയും ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ജോങ്ക അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ 100 പീസ് മാത്രമാണ് വിറ്റുപോയത് എന്നുള്ളത് കൂടി ഒരു പ്രത്യേകത. അപ്പോൾ ഇപ്പോൾ എന്തായാലും ആ 2 എഞ്ചിനും ഇതിനകത്തില്ല, അതുകൊണ്ട് ഞാൻ എഞ്ചിൻ ക്യാബിൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. അവൾ ഇതൊന്ന് ഓടിക്കാൻ പോകണം, അതായത് നമ്മുടെ ജോങ്ക. സീറ്റ് ബെൽറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാത്തത്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ് ഫീൽ നമുക്കൊന്ന് കിട്ടണമല്ലോ. പവർ വിൻഡോ ഒക്കെ ഉണ്ട് കേട്ടോ, അത് പിന്നെ വെച്ചാണെന്ന് ഞാൻ പറഞ്ഞു. റെഡി. ഷെയ്ക്ക് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്, പക്ഷേ ഷെയ്ക്ക് നമ്മൾ അറിയുന്നില്ല. ഓക്കെ, നൈസ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വലിയ ടയർ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കൺട്രോൾ ചെയ്യാൻ. പക്ഷെ അങ്ങനെ ഇല്ല കേട്ടോ, ഈസിയാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ ഒരു ചെറിയ ഇതുണ്ട്, അതായത് ടയർ നമ്മൾ വിചാരിച്ച രൂപത്തിലേക്ക് വരാനൊരു ബുദ്ധിമുട്ട് എടുക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ കൺട്രോൾ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വളച്ചെടുത്തു, അടിപൊളി, സംഭവം നൈസാണ്, അടിപൊളി. വലിയ കച്ചറ റോട്ടുമൊക്കെ കയറുമ്പോൾ ആ ഒരു ഷെയ്ക്ക് നമുക്ക് അറിയുന്നുണ്ട്. ആ ഒരു ബോഡി ഓൺ ഫ്രെയിം കൺസ്ട്രക്ഷൻ പോലത്തെ സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ ഞാനൊരു കച്ചറ റോട്ടുമൊക്കെ കയറ്റി ഒരു കുഴപ്പമില്ല, ഈസി ആയിട്ട് കയറി പിടിച്ച് വരുന്നുണ്ട്. അതായത് നമ്മൾ ഇത്രയും വലിയൊരു വാഹനത്തിലാണ് പോകുന്നത് എന്നുള്ളൊരു ഫീൽ എപ്പോഴാണ് കിട്ടുന്നത് അറിയാം. നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ അതായത് ഭയങ്കര ഉയരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, അപ്പോൾ മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് സ്പീഡിലേക്ക് കൊണ്ടുവന്നതാണ്. സൗണ്ട് രസം കേട്ടാ, സൗണ്ട് നല്ല രസമാണ്. പക്ഷേ പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ആക്സലറേഷൻ കൊടുത്ത് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള പോക്കൊന്നുമല്ല, ആൾ പതുക്കെ തന്നെ പോകുന്നത്. കാരണം അത് വലിയ ടയർ ആയതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊള്ളാം, നൈസ്. ശരിക്കും ഓടിക്കാൻ നല്ല രസമാണ് കേട്ടോ, ഒരു ഫൺ ഡ്രൈവ്. കാരണം ഒന്ന് നമ്മളെ ആ ഒരു കൗതുകമാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഇത്രയും വലിയൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കൗതുകം ശരിക്കും നല്ലോണം ഉണ്ട്, ആ ഒരു എഫക്റ്റ് നല്ലോണം. പിന്നെ സ്റ്റിയറിംഗ് വീലും ക്ലച്ചും ഒക്കെ സ്മൂത്താണ്, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഭയങ്കര സ്മൂത്തായിട്ടാണ് ഇത് കണ്ടുപിടിക്കുക. അത്രയും വലിയൊരു റഫ് ആൻഡ് ടഫ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു റഫ് ആൻഡ് ടഫ് ഒന്നും ഇതിനകത്ത് ശരിക്കും ഇല്ല. അതൊരു ഫൺ ഫാക്ടർ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എൻ്റെ ഹോണ് കേൾപ്പിക്കാൻ മറന്നുപോയേ, ഇതാണ് ഹോണ്, പഴയ കാലത്തൊരു ഹോണ്, നൈസ്. അപ്പോൾ നമ്മളൊന്ന് ചെളിയിൽ ഇറക്കി നോക്കുകയാണ്. സംഭവം ചെളി എന്താണെന്ന് വണ്ടിക്ക് അറിയുമെന്ന് അറിയില്ല, നമ്മൾ കയറി നോക്കാം. ട്രാക്ടറൊക്കെ പോകണവർ ഈസി ആയിട്ട് വലിഞ്ഞ് കയറി പോകുന്നത്, ഒരു കുഴപ്പമില്ല, സ്മൂത്ത്. അതുകൂടി കെട്ടൊക്കെ ചാടുമ്പോൾ ഒരു പ്രശ്നമില്ല കേട്ടോ, അറിയുന്നുണ്ട്. അല്ല, ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഷെയ്ക്കാണ്, അതൊരു റിജിഡ് സാധനം ഷെയ്ക്കാവുന്നൊരു ഫീല് ശരിക്കും അത് കിട്ടുന്നുണ്ട്. അടിപൊളി, നൈസ്, സൂപ്പറാണ് സംഭവം, അടിപൊളിയായിട്ട്. അതാണ് ജോങ്ക എന്ന് പറയുന്ന മോഡൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഫൺ എക്സ്പീരിയൻസ്. അതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ്
നിസാൻ ജോങ്ക എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇറങ്ങുമ്പോഴേ നമ്മളെ മറ്റേ മലൂസിങ് എന്ന് പറഞ്ഞാൽ ആ സാധനമൊക്കെ മ്യൂസിക് ഇട്ട് ഇറങ്ങി അടിപൊളിയായിരിക്കും. അത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട്. ഫ്ലൈവീൽ എന്ന് പറയുന്ന, അതായത് നമ്മൾ പുത്തനത്താണി ബേസ് ആയിട്ടുള്ള ഫ്ലൈവീൽ എന്ന് പറയുന്ന ഷോപ്പിൻ്റെയാണ് ശരിക്കും ഇപ്പം ജോങ്ക എന്ന് പറയുന്ന മോഡൽ അവരുടെ ഓണർഷിപ്പിലാണുള്ളത്. സ്വാഭാവികമായിട്ടും അവരത് വിൽക്കാൻ വേണ്ടി കൊണ്ടതാണ്. ഒരു 24-25 ലക്ഷം രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു യുനീക്ക് വാഹനം വാങ്ങണം എന്നാഗ്രഹിക്കുന്ന, ഇതെടുത്തിട്ട് നല്ല അടിപൊളി കളറൊക്കെ അടിച്ച് ഇൻറ്റീരിയറൊക്കെ നല്ല കുട്ടപ്പനാക്കി ഫ്രഷാക്കി കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഐ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് മാറുന്നതാണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ നമ്മൾ ഫ്ലൈവീലിൻ്റെ കോൺടാക്ട്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം ഫ്ലൈവീലിൽ മെഗാ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ബെസ്റ്റ് റേറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാർ വാങ്ങാം എന്നുള്ളതാണ് അതിന് ചുരുക്കം. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും നല്ല കാറുകൾ, അപ്പം ജോങ്ക മാത്രമൊന്നുമല്ല കേട്ടോ, അവരുടെ അടുത്ത് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്. BMW ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹമ്മർ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മോഡൽ. ആസ് യൂഷ്വൽ ഒരു സെക്കൻഡ് ഹാൻഡ് പ്രീമിയം കാർ ഡീലർഷിപ്പാണ്. അപ്പോൾ ആർക്കെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് 1969 മുതൽ 1999 വരെ വാഹന വിപണിയിലുണ്ടായിരുന്ന ജോങ്ക എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞത്. പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത് അത് കാണുമ്പോൾ എക്സൈറ്റ്മെൻറ്റ്, അതിൻ്റെ ഫാക്ടറികൾ, അതുപോലെ തന്നെ അതിൻ്റെ ചരിത്ര വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പങ്കുവച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അടിക്കണം എന്നുള്ളത് നിങ്ങളിഷ്ടമാണ്. അപ്പോൾ ബെൽ ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ സന്തോഷം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.